ഓക്കെ, ഇത് 2024 CHSL ചോദിച്ച ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു മന്തിന്റെ ബിഗിനിങ്ങിൽ രാജേഷിന്റെ കയ്യിൽ 500 eggs ഉണ്ടായിരുന്നു. ഈ സെൽ 20% ഓഫ് എഗ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ആ ഒരു ദിവസത്തിന്റെ അവസാനം ഈ 20% എഗ് വിറ്റും. ദെൻ ആഡഡ് B% എഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ഡേ. അടുത്ത ഡേയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ B% ആഡ് ചെയ്യും. പിന്നെ എൻഡ് ഓഫ് ദ ഡേയിൽ 20% എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഇങ്ങനെ ഈ ഒരു പാറ്റേൺ തേർഡ് ഡേയുടെ എൻഡ് വരെ പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒറ്റ ലൈനിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ 500 രാജേഷിൻ്റെ കയ്യിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. ആ ഒരു ഡേയുടെ അവസാനത്തിൽ 20% സെല് ചെയ്യും. 20% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/5 ആണ്. അതിനർത്ഥം 5 ഉള്ളതിൽ നിന്ന് ഒരെണ്ണം വിറ്റിട്ട് ബാക്കി 4 ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് ഒന്നാമത്തെ ഡേയിൻ്റെ അവസാനം ഉണ്ടാകുന്നത്. ദെൻ രണ്ടാമത്തെ ഡേയിൻ്റെ തുടക്കത്തിൽ അവൻ 100 B% ആഡ് ചെയ്യും. അതായത് ആക്ച്വലി 100 എണ്ണമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ കൂടെ ബിയും കൂടി ആഡ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഡേയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ B% ആഡ് ചെയ്തു. ഈ രണ്ടാമത്തെ ഡേയിൻ്റെ അവസാനത്തിൽ അവൻ വീണ്ടും 20% വിൽക്കും. രണ്ടാമത്തെ ഡേയിൻ്റെ അവസാനത്തിൽ വീണ്ടും 20% വിൽക്കും. ദെൻ മൂന്നാമത്തെ ഡേയിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അവൻ B% ആഡ് ചെയ്യും. അതുപോലെ തന്നെ 20% വിൽക്കും അവസാനം ആ തേർഡ് ഡേയുടെ എൻഡിൽ. അങ്ങനെ 3 ദിവസത്തിന് ശേഷം 1024 ബാക്കി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡേയിൻ്റെ തുടക്കത്തിലും B% ആഡ് ചെയ്യും. ആ ഡേയിൻ്റെ അവസാനത്തിൽ 20% കുറയ്ക്കും. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് പോയിരിക്കുന്നത്. ഇത് 3 ഡേ ഇങ്ങനെ പോയി എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം കയ്യിൽ 1024 ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിന്റെ വാല്യൂ ആണ്. ഓക്കെ, ബിന്റെ വാല്യൂ. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 500, 4ന്റെ ക്യൂബ് 64, 5ന്റെ ക്യൂബ് 125 ഇൻറ്റു 100 പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അല്ല വേണ്ട, 100 പ്ലസ് ബി ഡിവൈഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1024 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നമുക്കറിയാം 125 ഇൻറ്റു 4 500. 64 ഇൻറ്റു 4 256 256 256 ഇൻറ്റു 4 ആണ് 1024. ഓക്കെ, അപ്പം എല്ലാം കട്ട് ചെയ്ത് പോയി. ഇനി ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക. 100 പ്ലസ് ബി ബൈ 100 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ തന്നെ ആലോചിച്ചാൽ മതി. B100 വന്നു കഴിഞ്ഞാൽ 100 പ്ലസ് 100 200/100 2 എന്ന് പറഞ്ഞ് കിട്ടും. സോ ബിന്റെ വാല്യൂ 100 എന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 100 പ്ലസ് ബി ഈക്വൽ ടു 200 എന്ന് പറഞ്ഞ് കിട്ടും. ബിന്റെ വാല്യൂ 100 എന്ന് പറഞ്ഞ് കിട്ടും. സോ എങ്ങനെ നോക്കിയാലും ഫൈനൽ ആൻസർ 100 ആയിരിക്കും. ഓക്കെ, താങ്ക് യു.